കണ്ണൂരിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് കോളേജിലെ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയത്. വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത് വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിന്റെ പതിവാണെന്ന് ക്ലാസ് ബഹിഷ്കരിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. തൊലിനിറവും ശാരീരിക പ്രത്യേകതകളും പറഞ്ഞു കുട്ടികളെ അപമാനിക്കുന്നതായിരുന്നു അത്ര ഇയാളുടെ രീതി. വിദ്യാർത്ഥികളോട് സംസാരിച്ച് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണൂരിലെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവിയായ ഡോക്ടർ MK റാം നടത്തിയിരുന്നത് നിന്ദ്യവും നീചവുമായ ദേഹനിന്ദ, അധിക്ഷേപവും ശാരീരികവും മാനസികവുമായ പീഡനവും എന്ന് തുറന്നു പറയുകയാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും. ഇതെല്ലാം സഹിച്ച് അതിനോട് പൊരുത്തപ്പെട്ടു പോയെന്ന് പറയുകയാണ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ. ഏറ്റവും ഒടുവിൽ ഒരു ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ സഹികെട്ടവർ എല്ലാം തുറന്നു പറയുകയാണ്. ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ കാര്യങ്ങളും ഇവർ വെളിപ്പെടുത്തുമ്പോൾ അത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓരോ കുട്ടിയും തുറന്നു പറയുന്നത് ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ശാരീരിക ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ മർദ്ദിപ്പിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ വളരെ നീചമായ രീതിയിൽ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം ഉണ്ടാകുന്നു എന്നും ഓരോ വിദ്യാർത്ഥിയും തുറന്നു പറയുകയാണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കുറേ വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ പലരും കംപ്ലൈന്റ് ചെയ്യാണ്ട് പോകുന്നുണ്ട്, ചിലർ കംപ്ലൈന്റ് ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കോളേജിൽ സ്റ്റാഫ് റാഗിംഗ് ഉണ്ട്, ബോഡി ഷെയ്മിംഗ് ഉറപ്പായിട്ടുണ്ട്. കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് നിന്റെ പേരറിയില്ല, എനിക്ക് നിന്റെ പേരറിയില്ല, അപ്പം ഞാൻ നിന്നെ എന്താ വിളിക്കുന്നത്, നീ ഡാർക്ക് അല്ലേ, നീ ഫാറ്റ്, പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വളരെ പേരൻസ് മീറ്റിങ്ങിൽ ഉൾപ്പെടെ പേരൻസ് വരുമ്പോൾ പോലും വളരെ മോശമായിട്ടാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. റിട്ടൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇവർ പറയുന്നത് നമുക്കറിയില്ല. റിട്ടൺ കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്, ഫയൽ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അക്കാഡമിക് ഡീനിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ പേരൻസിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. ആ കംപ്ലൈന്റിലെ പുള്ളി നമ്മൾ വിളിച്ചിട്ടുള്ള വാക്കുകളടക്കം എഴുതിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 1-2 മണിക്കൂർ നമ്മൾ ആ റൂമിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പേപ്പറുകൾ വലിച്ചെറിയുക, ഇതാണ് നിങ്ങളുടെ മാർഗമോളുടെ, അവള് എന്താ വൈവ കംപ്ലീറ്റ് ആക്കിയില്ല, അവൾ എക്സാം എഴുതില്ല, അങ്ങനെ പല രീതികളും പറഞ്ഞ് നമ്മുടെ പേരൻസിനെ ഉൾപ്പെടെ ഇമോഷണലി തളർത്തിട്ടുണ്ട്. നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗേൾസ് ആണ് കംപ്ലൈന്റ് കൊടുത്തത്, ഫിസിക്കലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പോൾ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷെ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടുപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി മരിക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ട്രോമയാണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അഡാപ്റ്റ് ആയി തോന്നുന്നു മേ ബി. ഡോക്ടർ റാമിന്റെ നീചവും ക്രൂരവുമായ നടപടികൾക്കെതിരെ ഡീനിനുൾപ്പെടെ പരാതി നൽകിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നിട്ടും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. ഏതായാലും സ്വന്തം സഹപാഠിയുടെ ജീവൻ പോകുന്നതുവരെ കാര്യങ്ങൾ എത്തിയതോടുകൂടി ഇനി നീതി ലഭിച്ചിട്ട് മാത്രം, ഈ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടായിട്ട് മാത്രം ക്ലാസുകളിൽ കയറുമെന്ന ഉറച്ച നിലപാടിലേക്കാണ് വിദ്യാർത്ഥികൾ പോകുന്നത്. അഞ്ചരക്കണ്ടിയിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.